ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ബ്രൗണീസ് ആണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ബ്രൗണീസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ 12 ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഇത് ഓറിയോയുടെ ഒറിജിനൽ ഫ്ലേവേർഡ് ബിസ്ക്കറ്റ്സ് ആണ്. ഇതിന് പകരം ചോക്ലേറ്റോ സ്ട്രോബെറിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് യൂസ് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. പക്ഷേ ഈ പാലിൻ്റെ അളവ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ ആവശ്യം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പം 3 ചേരുവകൾ മാത്രമാണ് നമുക്കിവിടെ വേണ്ടത്. ഇത് നമ്മൾ ഫ്ലെയിമിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിൽ ഓയിൽ ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാം. ഇനി അതിലേക്ക് അതിൻ്റെ ബോട്ടത്തിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബട്ടർ പേപ്പർ വെച്ച് അതും ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ റെഡിയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ്സ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ 1 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബാറ്റർ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാനിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. ഒട്ടും വൈകാതെ ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ലിഡിൽ ഹോൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പേപ്പർ കൊണ്ട് ഇതുപോലെ അടയ്ക്കാൻ മറക്കരുത്. ഇടയ്ക്ക് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ബ്രൗണീസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. കാരണം ചൂട് നന്നായി ആറിയതിനു ശേഷം മാത്രമേ നമ്മളിത് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഡിമോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ വെച്ചിരുന്ന ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് വലിച്ചെടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഓറിയോ ബിസ്ക്കറ്റ്. പക്ഷേ പലർക്കും പാല് കുടിക്കാൻ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ബ്രൗണീസ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വളരെ സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ബ്രൗണീസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പിന്നെ വീണ്ടും ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഒപ്പം ഇതൊരു സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.